ദേശീയ തലത്തിൽ അതിന് ഏറ്റവും വലിയ ഒരു സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ ബദൽ അതാണ് കോൺഗ്രസ്. ആ അർത്ഥത്തിൽ ഏതർത്ഥത്തിലാണ് ഞാൻ ഈ ഒരു സാംസ്കാരിക പരിപാടിക്ക് പങ്കെടുത്തതാണോ? അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. എന്നെ അവിടെ നിന്ന് മാറ്റിയോ പുറത്താക്കിയോ എന്നുള്ളതല്ല എന്റെ വിഷയം. ആ മാറ്റിയ രീതി ഒരാളെ ഞാനൊരു 2022 വൈസ് ചെയർമാനായിട്ട് നിയമിതനാകുന്നത്. 2022 അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് 2024 കാലത്താണ് ചെയർമാനായിട്ട് വരുന്നത്. അപ്പൊ ഏതാണ്ടൊരു 3 വർഷത്തിലധികം വൈസ് ചെയർമാനായും 3 വർഷത്തിലധികം പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ ഒരാളെ അവിടെ നിന്ന് മാറ്റുമ്പോ അതറിയുന്നത് മാധ്യമങ്ങളിൽ കൂടിയാണോ അറിയേണ്ടത്? അതാണ്. അത് മാധ്യമങ്ങളിൽ കൂടി അറിയേണ്ടി വന്ന ഗതികേടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു കലാപ്രവർത്തകൻ, കുറെ വർഷങ്ങളായി സിനിമാ മേഖലയിലുള്ള ഒരാള്. അപ്പൊ ഞാൻ നൽകിയ സിനിമാ മേഖലയ്ക്ക് വലിയ സംഭാവനകളെ കുറിച്ചൊന്നും പറയണ്ട, അതൊന്നുമില്ല. പക്ഷെ എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായിട്ടും കൃത്യമായും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും സത്യസന്ധമായും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ഒന്ന് പറയണ്ടേ, പറഞ്ഞു വിടണ്ടേ? അങ്ങനെ വിട്ടിട്ടില്ല. അത് ഒരു ദിവസം പത്രത്തിലൂടെ ഞാൻ കാണുന്നു, ഞാൻ അവിടെ ഇല്ല. അതാണ് എന്റെ വിഷയം. അല്ലാതെ എന്നെ അവിടെ മാറ്റിയതിന്റെ വിഷയമേ അല്ല. അതല്ല എന്റെ വിഷയം. വിട്ടത് എന്റെ അഭിമാനത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് എന്റെ വിഷയം. അതുകൊണ്ടാണ് കോൺഗ്രസ് അടുക്കുക എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുമ്പേ ഒരു കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ്. ഞാൻ KSU പ്രവർത്തകനായിരുന്നു. KSU പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ KSUവിന്റെ ആർട്സ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച ആളാണ്. എന്റെ അച്ഛന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കോൺഗ്രസ് പക്ഷേ എനിക്ക് അകൽച്ചയൊന്നുമില്ല. എനിക്ക് എന്നെ ഒരു രാഷ്ട്രീയക്കാരനായി കണ്ടുകൊണ്ടല്ല ഞാൻ ചിത്ര അക്കാദമിയിൽ നിയമിച്ചത്. അതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എവിടെയും ഒരു രാഷ്ട്രീയത്തെ പോയിട്ട് ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടെ ചേർന്നതല്ല. ഞാൻ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഉള്ള ആളല്ല. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതുകൊണ്ട് എന്നെ അവിടെ ആക്കിയതല്ല. എന്റെ ചില അഭിപ്രായങ്ങൾ, ചില നിലപാടുകൾ, ഇതൊക്കെ കണ്ടിട്ടാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ വൈസ് ചെയർമാന്റെ സ്ഥാനത്തേക്ക് നിയമിച്ചത്. അവിടെയും നിങ്ങൾ പറയും ഏതാണ്ട് 35 വർഷത്തോളം ഈ ഒരു സഹയാത്രികനായി എന്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ സഖാവ് ഇഷ്ടമുള്ള സിനിമ ചെയ്യുന്നു. അതോടുകൂടി ഒരു പ്രതിപക്ഷത്തോട് സഹകരിച്ച് ഒരു പക്ഷം ചേർന്ന് പോകുന്ന ഒരാൾ. 35 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അധികാരത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സ്ഥാനത്ത് അവരെന്നെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടു. ഒരു സേവനം ഞാൻ ചെയ്തു എന്നുള്ള സത്യമാണ്. അവിടെ എന്നെ വിളിച്ചു, ഞാൻ പോയി കൃത്യമായി അത് ചെയ്തു. അവിടെ പോലും ഒരു വൈസ് ചെയർമാന്റെ ഒരു നിയമനത്തിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ട് ഏതാണ്ട് അത് മാസങ്ങൾ കഴിച്ചിട്ടാണ് ഞാൻ പദവിയിൽ പോയി ജോയിൻ ചെയ്തതുപോലെ. നിങ്ങൾക്കത് രേഖകൾ പരിശോധിക്കാം. അവിടെ പോലും ഞാൻ അങ്ങനെ വലിയ താല്പര്യം കാണിച്ചത് എന്നെ വിളിച്ച ഉടനെ പോയി ഒന്നും ചെയ്തിട്ടില്ല.